ഇനി വിലങ്ങാടേക്ക് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് മേഖലയിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വീടുകൾ തകർന്നതോടെ നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴുള്ളത്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. വിലങ്ങാട് നിന്നും അഭിജിത്ത് മുഴക്കുന്നു. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് മഞ്ഞച്ചീളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിരവധി വീടുകൾ ഇവിടെ തകർന്നിട്ടുണ്ട്. പലതും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. താമസയോഗ്യമല്ലാത്ത രീതിയിൽ പൂർണ്ണമായും മണ്ണിനടിയിലായിട്ടുണ്ട്. നിരവധി പേർക്ക് വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ കാണുന്ന മേഖലയിൽ നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ നിന്ന് വലിയ രീതിയിൽ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടി താഴെ കൊലിച്ചിറങ്ങുകയായിരുന്നു. നിരവധി പേർ വീടുകളിലുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട് അവർ അവിടെ നിന്ന് ഓടി മാറിയതിനാൽ മാത്രമാണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടാകാതെ നിന്നത്. ഇപ്പോൾ നമുക്കിപ്പം ഒരു പ്രദേശവാസി ചേരുകയാണ്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇവിടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രിയിൽ 12:30 സമയമായപ്പോൾ ഇവിടുന്ന് അപ്പുറം ഭാഗത്ത് ഫസ്റ്റ് ഉരുൾ പൊട്ടി. ആ വിവരം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രദേശവാസികളായ 3-4 പൊതുപ്രവർത്തകർ എന്നുള്ള രൂപത്തിൽ ഇടപെടുന്ന ആളുകൾ അടുത്തുള്ള വീടുകളിൽ അലർട്ട് കൊടുക്കുക എന്നുള്ള രൂപത്തിൽ ആളുകൾ മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അലർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെയുള്ള വീടുകളിൽ കൊടുത്ത വീടുകളിൽ ആളുകൾ മാറി. അങ്ങനെ പല സ്ഥലത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തിൽ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിച്ചു എല്ലാവരും പരസ്പരം. അപ്പോൾ 1:16 സമയമാകുമ്പോൾ ഇതിന് മുകളിൽ കാണുന്ന ആ വലിയ ഉരുൾ ആണ് പൊട്ടി വരുന്നത്. അതാണ് ഏറ്റവും മാരകമായി വന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുരക്ഷിത സ്ഥാനം എന്ന് കണ്ടെത്തിയ വീട്, ആ വീട്ടിൽ ഞങ്ങൾ 32 പേരുണ്ടായിരുന്നു, 12 കുടുംബങ്ങളിലുള്ളവർ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ ഭാഗത്തേക്ക് മല മറിയും പോലെ വീടിൻ്റെ മുറ്റത്തേക്കും വീടിൻ്റെ മുകളിലേക്കും മരങ്ങളും മണ്ണും വീടിൻ്റെ പുറകുവശവും എല്ലാം ഇടിഞ്ഞ് അതിന് തൊട്ടടുത്തുണ്ടായിരുന്നൊരു വീടും തകർന്നു. അങ്ങനെ പോയി. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം നിലവിളിച്ചു, വല്ല ബഹളങ്ങളുണ്ടായി. എന്നാലും ഞങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ ഭാഗ്യമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് സാധിക്കും. ഇനിയിപ്പം നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? ഇതിൻ്റെ അകത്തൊരു നഷ്ടപരിഹാരം കൃത്യമായി നൽകണം. നഷ്ടപരിഹാരം എന്ന അടിയന്തരമായി ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പുകളാണുള്ളത്. സ്കൂളുകളിൽ ക്യാമ്പ് എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ക്യാമ്പുകളിൽ നിന്ന് നമ്മൾ മാറുന്ന സമയത്ത് എങ്ങോട്ട് മാറുമെന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയമാണ്. അപ്പോൾ ഈ 12 വീടുകൾ എന്നാൽ ഇവിടെ 12 വീടുകളും മറ്റ് പൂർണ്ണമായി നശിച്ച 3 വീടുകൾ മറ്റ് പ്രദേശമുണ്ട്. 15 വീടുകളാണ് ഞങ്ങളുടെ കാഴ്ചയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. പൂർണ്ണമായി നശിച്ചു പോയത്. ഭാഗികമായി തകർന്ന വീടുകൾ ഒരു 100ഓളം വീടുകൾ വരും. പിന്നെ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ, അവർക്ക് നഷ്ടപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക. ഏതായാലും ഈ രീതിയിലുള്ള ഒരു ആവശ്യമാണ് ഈ പ്രദേശത്തുകാർ ഉന്നയിക്കുന്നത്. പലർക്കും വീട് നഷ്ടമായിട്ടുണ്ട്, അവരെ പുനരധിവസിപ്പിക്കുക. ഒപ്പം തന്നെ കൃഷി നഷ്ടമായവരുണ്ട്, അവർക്ക് കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുക. ഈ രീതിയിൽ കൃത്യമായി എല്ലാവർക്കും ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മോചിതരാകാനുള്ള, അവർക്ക് കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാൻ സർക്കാർ ഇടപെടുക എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. വിലങ്ങാട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന 24.